Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. വട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം മിക്സിംഗ് ബൗളിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്. ഇനി 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർക്കുമ്പോൾ വടയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം സോഡാപ്പൊടിയും കൂടി ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സോഡാപ്പൊടി ഒന്ന് ആക്ടിവേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആയി പോവരുത്. ഇനി ഇത് വടയുടെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് കൈ 2 നല്ലോണം ഒന്ന് നനച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ചൂണ്ടുവിരൽ വെച്ചിട്ട് നല്ലോണം ഒരു നടുക്കായിട്ട് ഒരു കിഴുത്ത ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോഴും നിങ്ങൾ പതുക്കെ വേണം ഇട്ട് കൊടുക്കാനേ. അപ്പോൾ വട തയ്യാറാക്കി എടുക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വടകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനേ. അപ്പോൾ ഇത് മുത്തു വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വടകളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.